യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പസമയം ഇറങ്ങി ഉണരുവാനും തമ്പുരാനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി എടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടണം. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും സൗഖ്യമാകണം. ഞങ്ങൾക്കുള്ളതിനെയെല്ലാം കാത്തുസൂക്ഷിച്ച് പരിപാലിക്കണം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയമക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, അയൽ കുടുംബങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, അനാഥര്, വിധവകളെല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന നാഥ, എല്ലാവരെയും സംരക്ഷണം ചെയ്യുന്ന ദൈവം നീ മാത്രമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഇന്ന് വരെ ഞങ്ങളെ അത്ഭുത അതിശയമായി നടത്തിയ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും കരുതുന്ന ദൈവം അവിടുന്ന് ആകിയാൽ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, സഹായിച്ച് സൂക്ഷിക്കുമാറാകണം. ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തോണേ. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, വിദ്യാഭ്യാസത്തെ മാനിക്കണേ, പരീക്ഷയിലെല്ലാം കൂടെയിരിക്കണേ, ജയത്തോടവരെ നടത്തണമേ. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവ്, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളെ, 10, 11, 12 പഠിക്കുന്നവരെ, ഡിഗ്രിക്ക് പഠിക്കുന്നവരെ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവരെ, ബിഎസ്സി നഴ്സിംഗിന്, എഞ്ചിനീയറിംഗിന്, മെഡിസിന് പഠിക്കുന്ന മക്കളെ, കമ്മിറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, OITയും IELTSും പഠിക്കുന്നവർ, കർത്താവേ, അപ്പച്ചൻ്റെ പരമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന തമ്പുരാനെ, ബുദ്ധിയും ജ്ഞാനവും കൊടുത്തവരെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു പരാജയം കടന്നു വരാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ അപ്പച്ചൻ അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളും ബുദ്ധിയും ജ്ഞാനവും ഓർമ്മയും കൊടുത്ത് കാത്തുകൊള്ളണമേ. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടിരിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, മെഡിക്കൽ കഴിഞ്ഞവരുണ്ട്, മെഡിക്കലിന് കാത്തിരിക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂ കഴിഞ്ഞവരുണ്ട്, ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ എല്ലാ വഴിയും വാതിലും തുറന്നു കൊടുത്ത് മാനിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വഴി തുറന്നു കൊടുത്തവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. ഈ സമയം കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ. സമാധാനത്തിലും സന്തോഷത്തിലും ദൈവകൃപയിൽ ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത പൈതങ്ങൾക്ക് സമാധാനത്തോടെ ജീവിപ്പാൻ തക്കണം മുഖാന്തരം ഒരുക്കണമേ. കർത്താവേ, പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണമേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന തക്ക തുണിയൊരുക്കി അവരുടെ വിവാഹം നിൽക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്ന നല്ല തലമുറകൾ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, മാസന്തികളും കൂടെ സുഖപ്രസവം നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവേ. അങ്ങനെ ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. കടഭാരത്താൽ വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഭാരവൻ സ്വസ്ഥരാൻ സഹായിച്ചാട്ട്. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നപ്പ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട്. കർത്താവേ, എൻ്റെ സ്വർഗം തലചായ്പാൻ സ്വന്തമായി ഭവനം ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭവനം പണിയുന്ന മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാം പൂർത്തീകരിച്ച് ഭംഗിയായി പാർക്കുവാൻ ഇടയാക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങനെ ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണേ കർത്താവെ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ കർത്താവെ. കഷ്ടനഷ്ടം കൂടാതെ ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കണമേ കർത്താവെ. എൻ്റെ മക്കളെ ഹല്ലേലൂയ പ്രാർത്ഥനയെ ചോദിക്കുന്ന പ്രിയ മക്കളുണ്ട്.
എവിടെയായിരുന്നാലും അവരുടെ എല്ലാ പ്രശ്നങ്ങളും സ്വർഗം ഏറ്റെടുത്തുകൊണ്ട് നന്നായി ബിസിനസ് ചെയ്ത് നല്ല ഒരു അനുഗ്രഹം കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഹാലലിയ കർത്താവെ ബിസിനസ് ചെയ്യുന്ന ഓരോ മക്കളെയും ഓരോ ഇടത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഈ സമയം ഹാലിൽ യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. ദൈവമായ കർത്താവെ ഈ സമയം ഹാലലിയ കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന എല്ലാ രോഗികളുമായ തിരുമുൻപാകെ കടന്നു വരുന്നു. എൻ്റെ കർത്താവ് എല്ലാ രോഗികൾക്കും സൗഖ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവ് ഈ സമയം ഹാലലുയ. എൻ്റെ കർത്താവ് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ദൈവമായ കർത്താവ് ആസ്മയുള്ളവർ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങൾ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, തലമുടി മുഴുവൻ കൊരിയുന്ന ജീവിതങ്ങൾ, ഹാലലുയ കർത്താവേ സ്തോത്രം. ഉറക്കമില്ലാത്ത അനേക ജീവിതങ്ങൾ, ഹാലലുയ എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവേ സ്തോത്രം സ്തോത്രം. അപ്പം സമയം പനിയാൽ ചുമയാൽ ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ അങ്ങ് സകലത്തിനും മതിയായ ദൈവ സൗഖ്യദായകന, ഹാലലുയ. തൻ്റെ മക്കളെയൊക്കെ തൊട്ട് സുഖപ്പെടുത്തണമേ അപ്പ. പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ, ഹാലലുയ. ആമേൻ. നീ കരുതുന്ന ദൈവമാ, സ്നേഹിക്കുന്ന ദൈവമാ, നന്ദി പിതാവേ, നന്ദി നന്ദി. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും പൂർണ്ണമായും ക്രിസ്തുവിൽ തീർത്തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ശാരീരികവും മാനസികമായി ഓരോ മക്കളെയും ബലപ്പെടുത്തി സമാധാനത്തോടെ കാത്തുകൊള്ളണേന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സമാധാനത്തോടെ കാത്തോണേ. ദൈവമായ കർത്താവ് ഈ സമയം ഹാലേലിയ കർത്താവ് സ്തോത്രം സ്തോത്രം. ഹാലേലിയ ഹാലേലിയ കർത്താവ് എല്ലാ പ്രാർത്ഥനാ വിഷയം തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ ഹാലലുയ കർത്താവേ ഈ സമയം ഹാലലുയ. അനവധി നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ എല്ലാ ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. സകല വേദനയ്ക്കും അറുതി വരുത്തണമേ. ആ ആശ്വാസത്തിൻ്റെ കരം ഓരോ മക്കളുടെ വിഷയം ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ പ്രാർത്ഥന വിഷയം ഏൽപ്പിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ഹാലിലെ ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളുടെ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ദേവാലയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സുശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണേ കർത്താവേ. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും സ്വർഗത്തിലെ അപ്പച്ചനെ ഏറ്റെടുത്ത് ശാന്തമായ ഉചിതമായ ക്രമീകരിപ്പാൻ സർവശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും സമർപ്പിക്കുന്നു. ഈ ആഴ്ചവട്ട കാലം ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടണം. നന്മയും കരുണയും പ്രാപിച്ച് ജീവിപ്പാൻ ഇടയാക്കണം. പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.